സപ്പോസ് അത് ലാസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പാപ്പലോണിൻ്റെ കേസല്ല, മറ്റ് ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും എന്താണ് ഒരു കസ്റ്റമർ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? അത് വലിയ കമ്പനികളെല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഡിമിനിഷിങ് വാറണ്ടി. അതായത് ഒരു കാറ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതേ കാണുന്ന കളറോ അതേപോലെ ആയിരിക്കില്ല അടുത്ത കൊല്ലം ഉണ്ടാവുക. അതായത് യൂണിഫോം ഫെയ്ഡിങ് ഈസ് പോസിബിൾ ഇൻ ദാറ്റ് ആസ്പെക്റ്റ്. അങ്ങനെ നാച്ചുറലി സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇറ്റ്സ് എ ഡിമിനിഷിങ് വാറണ്ടി. ഇപ്പോൾ ഡൗൺ ദ ലൈൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ കഴിഞ്ഞു, തേർഡ് ഇയർ കഴിഞ്ഞു, ഇറ്റ് വിൽ ഡിമിനിഷ്. ബട്ട് നല്ല കമ്പനി ആണെങ്കിൽ ദേ വിൽ ബി സ്റ്റാൻഡിങ്. സി വെൻ ഒരു കസ്റ്റമർ ആ ഒരു പെയിൻ്റ് അടിക്കുമ്പോൾ ദേ ആർ ക്യാരിങ് ദ ഫ്ലാഗ് ഓഫ് ദറ്റ് കമ്പനി. അവരുടെ പേരാണ് അവരുപയോഗിക്കുന്നത്, ആ ഫ്ലാഗാണ് അവർ ഉപയോഗിക്കുന്നത്. ഫോർമുലേഷൻ ചെക്ക് ചെയ്തിട്ടല്ല ഒരു കസ്റ്റമർ കാരണം ആ ഒരു വിശ്വാസമാണ്. അതായത് യെസ്, ഞാൻ ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചു, ദേ വിൽ ടേക്ക് കെയർ ഓഫ് ആൻഡ് വി ആർ ഗെറ്റിംഗ് എ ഗുഡ് ക്വാളിറ്റി, നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ഞാൻ എടുക്കും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ചെയ്യുന്നത്. മാക്സിമം നമ്മൾ കസ്റ്റമറുടെ കൂടെ സപ്പോർട്ടീവായിട്ട് നിൽക്കും എല്ലാ കാര്യങ്ങൾക്കും. തീർച്ചയായിട്ടും അത് വേണം താനും. കാരണം വെച്ചാൽ നല്ല കമ്പനികൾ ഡെഫിനറ്റ്ലി ദേ വിൽ ബി ദെയർ വിത്ത് ദ കസ്റ്റമർ. അതിൻ്റെ റീസൺസ് കാര്യങ്ങൾ മനസ്സിലാക്കി വെയർ ഇൻ ഗോസ് ഫോർ ദ റീപെയിൻറ്റിങ് ആക്ടിവിറ്റി ചെയ്യേണ്ടതുണ്ടോ, അതല്ലെങ്കിൽ വാഷ് ചെയ്തിട്ട് ടച്ചപ്പ് ആക്ടിവിറ്റി കൊണ്ട് തീരുന്നതാണോ, വാട്ടർ ഇറ്റ് കംസ് ഇൻ, നമ്മുടെ ടെക്നീഷ്യൻസ് ചെല്ലുന്നു, അത് സജസ്റ്റ് ചെയ്യും, അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ആവുകയും ചെയ്യും. ബേസിക്കലി അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാറ്. പക്ഷേ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ കുറേ കോട്ടിങ്സ് വിച്ച് ഈസ് കംപ്ലീറ്റഡ് 5 years 6 years സ്റ്റിൽ ഇൻ ഗുഡ് കണ്ടീഷൻ. നമ്മൾ എപ്പോഴും കസ്റ്റമറോട് പറയാം, ഈ ഒരു പെയിൻറ്റ് വാങ്ങുന്നത് മാത്രമല്ല ആപ്ലിക്കേഷൻ സ്റ്റേജ് തുടങ്ങിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ പല സമയങ്ങളിലും ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും ഞാൻ കണ്ടൊരു കാര്യമാണ്, ഒരു മതിൽ ക്ലീൻ ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യാണ്. ആ മതിൽ പെയിൻറ്റേഴ്സ് വന്നു ജസ്റ്റ് ഒന്ന് കുത്തി കളഞ്ഞു, ഒന്ന് വാഷ് ചെയ്തു, സ്റ്റിൽ ആ ബ്ലാക്ക് സ്പോട്ട്സ് ആർ ദർ ഓൺ ദ വാൾ. ആ ചുമരിൽ ബ്ലാക്ക് സ്പോട്ട്സ് നിൽക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഒരു കോട്ട് 2 കോട്ട് അടിച്ച് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല, വൈറ്റ് മാത്രമേ കാണുള്ളൂ. പക്ഷെ അതിനകത്തുള്ള എല്ലാം കൊറോഷൻ സെൽസായിട്ട് ആക്ട് ചെയ്യാണ്. അതെല്ലാം കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് വരും. അപ്പോൾ മാക്സിമം കെയർഫുള്ളായിട്ട് ചെയ്യാൻ നോക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം. അതല്ലെങ്കിൽ നോർമലി എന്താ സംഭവിക്കുക, നമ്മൾ പെയിൻറ്റേഴ്സിന് ആ പെയിൻറ്റ് ചെയ്യാൻ പറയും, അവർ വരും. ചില പെയിൻറ്റേഴ്സ് നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് കെയർ ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ട് ചെയ്യും. ചിലർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, വെറുതെ അതങ്ങ് കളഞ്ഞു, ഒന്ന് തുടച്ചു, അല്ലെങ്കിൽ ഒന്ന് വാഷ് ചെയ്തു, വെറുതെ ഒരു വെള്ളം കൊണ്ടൊന്ന് തുടച്ചു, അതിന് മുളങ്ങ് അടിച്ചു വിടും. കസ്റ്റമറിന് അറിയാൻ പറ്റില്ല ഒരിക്കൽ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലീൻ ആയിട്ടാണോ പെയിൻറ്റ് ചെയ്തത്, ക്ലീൻ ആവാണ്ടാണോ പെയിൻറ്റ് ചെയ്തെന്ന് അറിയാൻ പറ്റില്ല. ആൾ വന്നൊക്കെ വൈറ്റ് ആയിട്ടുണ്ട്, ഓക്കെ ദാറ്റ്സ് ഫൈൻ. ഒരു കസ്റ്റമർ അപ്പോൾ എസ്പെഷ്യലി റീപെയിൻറ്റിങ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലീനിങ് തറവാണോ എന്നുള്ളത് ഇൻസ്പെക്ട് ചെയ്യണം. അപ്പോൾ അത് ഇൻസ്പെക്ട് ചെയ്യുകയും സപ്പോസ് ഇങ്ങനെ പൊടിപടലങ്ങൾ വേറെ ഉണ്ടെങ്കിൽ ഫർദർ ക്ലീനിങ് ചെയ്യണം. അതിൻ്റെ അടിയിൽ എന്തെങ്കിലും വേറെ മാർക്കുകൾ, ബ്ലാക്ക് സ്പോട്ട്സ്, അതുപോലെ തന്നെ ഫംഗൽ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്സ് അതിൽ കാണുകയാണെങ്കിൽ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം അത് പെയിൻറ്റ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ അതിൻ്റെ പുതിയ വീട് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരാൾ സൂപ്പർവിഷനിൽ ഇല്ലെങ്കിലും പഴയ വീട് റീപെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും വേണം. ഞാൻ പറയാം, മിഡിൽ ഈസ്റ്റിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു പാർട്ട് ആൻഡ് പാഴ്സൽ ഒരു പ്രോസസ്സാണ്. ഒരു വില്ല പെയിൻറ്റ് ചെയ്യണമെങ്കിൽ ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ ഇൻസ്പെക്ഷൻ ടേബിൾ. ദ സൂപ്പർവൈസർ വിൽ കം ആൻഡ് ഇൻസ്പെക്ട്. വന്ന് അത് ഇൻസ്പെക്ട് ചെയ്യും. ഓക്കെ, ദ ക്ലീനിങ് എല്ലാം നോക്കും, ഓക്കെ ആണോ, ഈ സയൻസ്. എന്നിട്ട് പ്രൈമർ അടിക്കുകയുള്ളൂ, എന്നിട്ട് ടോപ്പ് കോട്ട് അടിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ഓരോ വില്ലകളൊക്കെ അവിടെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇല്ലെങ്കിൽ കൂടി നമ്മളത് ശ്രദ്ധിക്കണം. ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നീടായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരിക. കാരണം പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ക്രോസ് ആർഗ്യുമെൻറ്റ്സിൽ ഇറ്റ് വിൽ നോട്ട് വർക്ക് അറ്റ് ഓൾ. ആ തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിന് ഇച്ചിരി ഒന്ന് മാറുവാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പെയിൻറ്റിൻ്റെ ഓവറോൾ തിക്നെസ് വരുന്നത് ഒരു 140 മൈക്രോൺസ് അല്ലെങ്കിൽ 120 to 140 മൈക്രോൺസ് ആണ്. അതുപോലെ തന്നെ താങ്കൾ വളരെ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ എക്സ്റ്റേണൽ ഇമൽഷനെ കുറിച്ചും ഇൻറ്റേർണൽ ഇമൽഷനെ കുറിച്ചും പറഞ്ഞു. അതിൽ ഇൻറ്റേർണൽ ഇമൽഷനിൽ നമ്മൾ സ്ക്രബ് റെസിസ്റ്റൻസ് ആണ് പറയുന്നത്. പല ബ്രാൻഡുകളും 3000 അല്ലെങ്കിൽ 5000 എന്നൊക്കെ പറഞ്ഞ് നമ്പേഴ്സ് പറയാറുണ്ട്, അത്രയും സ്ക്രബിങ് എന്നുള്ളത്. അപ്പം എൻ്റെ ചോദ്യം, ഈ ഒരു 140 മൈക്രോൺസ് ഒക്കെ ഉള്ള ഒരു സാധനം സ്ക്രബ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ മീൻ 140 മൈക്രോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാവുന്നതിലും ചെറിയൊരു സാധനമാണല്ലോ. അത് സ്ക്രബ് ചെയ്യുമ്പോൾ ഈ സാധനം പോവില്ലേ? ഇത്രയും 2 കോട്ട് ഇമൽഷൻ അടിച്ചിരിക്കുന്നതിൽ കുറേ ഡാമേജ്
ആ പെയിന്റ് എന്നുള്ള ആ ഒരു മെറ്റീരിയലിന് ഉണ്ടാവില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നല്ല ക്വസ്റ്റ്യനാണ് ഇത്. ശരിക്കും സ്ക്രബ് റെസിസ്റ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്ക്രബ് റെസിസ്റ്റൻസിൽ സ്ക്രബിങ് എന്താണ് അതും ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവൻ്റെ ഒരു സർഫസിൽ അധികം പ്രഷർ കൊടുക്കാതെ 100 പ്രാവശ്യം വരച്ചാൽ ഒന്നും സംഭവിക്കില്ല. പ്രഷർ കുറച്ച് 5 പ്രാവശ്യം വരച്ചാൽ ചിലപ്പോൾ അത് കോട്ടിങ് പുറത്തു വരും. അതെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്ക്രബ് റെസിസ്റ്റൻസ് ഇപ്പോൾ 3000 സൈക്കിൾസ് 2000 സൈക്കിൾസ് എന്ന് പറയുന്നത് ആക്ച്വലി അതിനൊരു മെഷീനുണ്ട്. സ്ക്രബ് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാനായിട്ട് ഒരു മെഷീനുണ്ട്. ഈ മെഷീനിൽ ഈ കോട്ടഡ് ആയിട്ടുള്ള പാനൽ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്പോഞ്ച് ഫിറ്റ് ചെയ്തിട്ട് ഒരു മിനിമം അബ്രഷൻ ഉള്ളൊരു സ്പോഞ്ചാണ്. അതിൽ വാട്ടർ ഡ്രോപ്സ് ഡ്രിപ്പ് ചെയ്തിട്ട് ഇത് 1 സ്ട്രോക്ക് 2 സ്ട്രോക്ക് അങ്ങനെ പോകും. അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്ക്രബ് റെസിസ്റ്റൻസ് ഇൻസ്ട്രുമെൻറ്റിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് പറയുന്നത് ഇറ്റ് വിൽ പാസ് 3000 സൈക്കിൾസ്, ഇറ്റ് വിൽ പാസ് 2000 സൈക്കിൾസ്. അപ്പോൾ അതിന് കൊടുക്കുന്ന പ്രഷറും അത്രയുമാണ്. ആ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് എക്യുപ്മെന്റിൽ കൊടുക്കുന്ന പ്രഷറാണ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ചിലപ്പോൾ 5 റബ്ബിൽ ചിലപ്പോൾ മനസ്സിലായി. ഇപ്പോ മക്കളാരെങ്കിലും അവരുടെ പെയിന്റോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും അവിടെ വരച്ചു വെക്കുകയോ പെൻസിൽ വെച്ച് വരച്ചു വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം പെയിന്റ് ചെയ്യുന്ന ഒരാൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ നമുക്കൊരു സ്പോഞ്ചോ തുണിയോ എടുത്ത് തുടച്ചു കഴിഞ്ഞാൽ ഇത് വൃത്തിയാകും എന്നുള്ളത്. കുറെ കേസിൽ അത് വൃത്തിയാവും. അപ്പൊ അത് 3000 തവണ ചെയ്യുക എന്നുള്ളതല്ല എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും നമ്മളിത് ചെയ്യുന്നത്. അത് ഡിപ്പെൻസ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന റെസിൻ്റെ ആക്ച്വലി ബൈൻഡറിൻ്റെ ഒരു ക്വാളിറ്റിയാണ് നമ്മളിവിടെ വെളിവാകുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ബൈൻഡേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ 3000 സൈക്കിൾസ് പാസ്സാവും, 2000 സൈക്കിൾസ് പാസ്സാവും റബ്ബിൽ. ബട്ട് ദാറ്റ് വിൽ നോട്ട് റിയലി ട്രാൻസ്ലേറ്റ് ഇറ്റ് ഓൺ യുവർ വാൾസ്. അങ്ങനെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലബോറട്ടറി ടെസ്റ്റ് മെത്തേഡിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണത്. അത്രയും റബ്സ് കിട്ടില്ല. പക്ഷെ നല്ല ഇത്രയും അനുമാനിക്കാം നമുക്ക്. അതിൻ്റെ റബ്ബ് റേറ്റ് കൂടുതലാണെങ്കിൽ ഇവിടെ കൂടുതൽ കിട്ടും നമുക്ക്. കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും കോട്ടിങ്. അങ്ങനെ നമുക്ക് അനുമാനിക്കാം. ഇത് പക്ഷേ ഈ ഒരു താങ്കൾ പറഞ്ഞല്ലോ റീപെയിന്റ് ചെയ്യുന്നതിന് മുന്നേ ഇത് മൊത്തം കഴുകുക എന്ന് പറയുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞ ആൾക്കാർ എക്സ്റ്റീരിയർ റീപെയിന്റ് ചെയ്യുന്ന അത്രയും ഇന്റീരിയർ റീപെയിന്റ് ചെയ്യാറില്ല. കാരണം ഇന്റീരിയർ റീപെയിന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പണിയല്ലല്ലോ. ഇത് സാധനങ്ങൾ മൊത്തം മാറ്റണം, ആൾക്കാർക്ക് വരുന്ന ഇൻകൺവീനിയൻസ്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു, ഐ മീൻ പലപ്പോഴും ഞാൻ ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഒരു ഇന്റീരിയർ പെയിന്റിംഗ് എന്ന് പറയുന്നത് 7-8 കൊല്ലം കൂടുമ്പോൾ മാത്രം ചെയ്യുന്ന, അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോൾ മാത്രം ചെയ്യുന്ന ഒരു സംഭവമാണ്. എക്സ്റ്റീരിയർ പിന്നെയും 3-4 കൊല്ലം കൂടുമ്പോഴാണെങ്കിലും വരും നമുക്ക്. അതെ. ഇന്റീരിയർ നമ്മൾ ചെയ്യുമ്പോൾ വാഷ് ചെയ്ത് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാറുണ്ടോ? ഇന്റീരിയറിൽ അങ്ങനെ വാഷ് ചെയ്യേണ്ടി വരാറില്ല. ഡർട്ട് കളക്ഷൻ കൂടുതൽ വരുന്നത് എക്സ്റ്റീരിയറിലാണ്. ഇന്റീരിയറിൽ വരും, പക്ഷെ അത് മിനിമലാണ്. ഫംഗൽ ആക്ടിവിറ്റിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫംഗൽ ഇതൊക്കെ വരുന്നത് എക്സ്റ്റീരിയറിലാണ്. ബ്ലാക്കനിങ് അതൊക്കെ ഒരു ഫംഗൽ ആക്ടിവിറ്റി കൊണ്ട് വരുന്നത്, അതൊക്കെ കൂടുതൽ എക്സ്റ്റീരിയറിലാണ് വരിക. ഇന്റീരിയറിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ നിങ്ങളൊരു ഒരു ഫംഗൽ ആക്ടിവിറ്റിയായിട്ട് കറുത്തിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു മാർക്കോ കാണുള്ളൂ. അതുകൊണ്ട് അങ്ങനെ അത്ര ക്ലീനിങ് വേണ്ടി വരില്ല ഇന്റീരിയറിൽ, ഒരിക്കലും വേണ്ടി വരില്ല. അപ്പോൾ എക്സ്റ്റീരിയറിൽ വേണ്ടി വരും അത്. ഇന്റീരിയർ ഇപ്പം ഞാനൊക്കെ ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഈ പെയിന്റ് ഇങ്ങനെ ചെറിയ ചെറിയ ഷേപ്പുകളിൽ പൊളിഞ്ഞു പോരാറുണ്ടല്ലോ. ഓക്കെ, അതായത് അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ആദ്യം അടിച്ചിരിക്കുന്നത് പച്ചയാണെങ്കിൽ അതിൻ്റെ മേളിൽ നമ്മൾ വെള്ള അടിച്ചിരിക്കുന്നതെങ്കിൽ ഈ വെള്ള ഇങ്ങനെ പീസ് ബൈ പീസ് ആയിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പോരാറുണ്ട്. എന്താ അതിൻ്റെ റീസൺ? അതിന് 1-2 റീസൺസ് അതിലുണ്ട്. ഒന്ന്, ഇപ്പം ഈ ഉള്ളിലുള്ള ഭിത്തി നനയാൻ ഇടവരികയാണെങ്കിൽ ഇത് ഒരു പരിധി വരെ കോട്ടിങ്ങിന് ഈ ഇമൾഷൻ എന്ന് വെച്ചാൽ സെമി പെർമിയബിൾ ബ്രീത്തബിൾ കോട്ടിംഗ് എന്ന് പറയാം. ഇമൾഷൻ കോട്ടിങ്ങിന് ചെറിയ തോതിലേക്ക് വെള്ളം അകത്ത് വരികയാണെങ്കിൽ അത് ബ്രീത്ത് ചെയ്യണ പോലെ അത് കുറേശ്ശെ പുറത്തേക്ക് പൊക്കോളും. പക്ഷെ കൂടുതൽ എമൗണ്ട് വെള്ളം വരികയാണെങ്കിൽ അങ്ങനെ പോകില്ല. അങ്ങനെ വരുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ദ കോട്ടിങ് ഔട്ട്. ആ കോട്ടിങ്ങിനെ എടുത്തു കളയും. അങ്ങനെ സംഭവിക്കുന്ന കേസുകളുണ്ട്. പിന്നെ വേറൊരു കാര്യം വരുന്നത് ഓൺ ഏജിങ് ആകുമ്പോൾ ഈ ബൈൻഡറിൻ്റെ ആ പ്രോപ്പർട്ടി ഗ്രാജ്വലി പോകും. അപ്പം അത് ബ്രേക്കായി പോകും നമുക്ക്. അപ്പം അങ്ങനെ വരുന്നതുമുണ്ട്. അപ്പോൾ ഒരു കളക്റ്റീവായിട്ട് വരുന്ന ഒരു കാര്യമാണത്. അത് ഏജിങ്ങിൽ സംഭവിച്ചു പോകുന്നതാണത്. ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ ഇതൊരു സ്ഥിരം പ്രതിഭാസമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളത് പെയിൻറ് ചെയ്തൊരു 3-4 കൊല്ലം കഴിയുമ്പോഴേക്കും
ഈ ആദ്യം നമ്മൾ അടിച്ചത്, അതായത് വീട് പണിതപ്പോൾ നമ്മൾ അടിച്ചത് ഒരു പച്ച പെയിന്റാണ്. എന്താ ഈ നമുക്ക് ഈ പൂർവികരുടെ ടേസ്റ്റ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഈ പച്ചയുടെ മേളിൽ വെള്ള അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ 3-4 കൊല്ലം കൂടുമ്പോൾ എപ്പോഴും ഈ വെള്ള പെയിന്റ് പൊളിഞ്ഞു വരും. ഓക്കെ, പീസ് ബൈ പീസ് പൊളിഞ്ഞു വരും. അത് എന്നിട്ട് അടിച്ചു വാരി നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. പച്ച അടിയിൽ എക്സ്പോസ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ അന്നത്തെ ഒരു ഇതിൽ ഞാൻ മനസ്സിലാക്കിയത്, അന്ന് പച്ച അടിച്ച പെയിന്റർ ഭയങ്കര അടിപൊളിയായിട്ട് പെയിന്റ് ചെയ്തു. പച്ച പോരുന്നില്ല. പച്ച അവിടെ തന്നെ ഇത്രയും കൊല്ലമായിട്ട് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ സബ്സീക്വന്റ്ലി അടിച്ച ഓരോ കോട്ടും ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ ഓരോ തവണ പെയിന്റ് അടിച്ചതൊക്കെ നമ്മളിങ്ങനെ പൊളിഞ്ഞു പോരുന്നുണ്ട്. ഇപ്പൊ താങ്കൾ പറയുന്നത് അതൊരു വെറ്റ്നസ് കാരണമാണോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, അത് ഏജിങ് കാരണമാണോ? ഏജിങ് ഉണ്ട്, വെറ്റ്നസ് ഉണ്ട്, വെറ്റിംഗ് ഉണ്ട്. പക്ഷെ അപ്പൊ ഈ അടിയിലത്തെ പച്ച എന്താ പൊളിഞ്ഞു പോരാത്ത എങ്ങനെയെങ്കിൽ? ദാറ്റ് വിൽ ബി ഗുഡ് കോട്ടിങ്. കാരണം ഡിപ്പെൻസ്, നിങ്ങൾ അടിച്ച പെയിന്റും അതിനു മുൻപടിച്ച പച്ച പെയിന്റിന്റെ ക്വാളിറ്റി ഡിഫറൻസും ഒരു പരിധിവരെ ബാധകമായിരിക്കാം. കാരണം ദാറ്റ് കോട്ടിങ് മേ ബി മോർ ഡ്യൂറബിൾ, കുറച്ചുകൂടി ഡ്യൂറബിൾ ആയിട്ടുള്ള കോട്ടിങ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അത് പൊളിയാത്തത്. അതിനുശേഷം അടിച്ച കോട്ടിങ് അത്ര ഡ്യൂറബിൾ ആയിരിക്കില്ല, അതുകൊണ്ടായിരിക്കാം പൊളിയത്. വേറൊരു കാരണം കൂടി, ഈ പച്ച പെയിന്റ് അടിച്ചതിന് ശേഷം ഈ പെയിന്റ് അടിക്കുമ്പോൾ നാച്ചുറലി അതിൻ്റെ ഏജിങ് നോക്കിയിട്ട് യു ഷുഡ് അപ്ലൈ കോട്ട് പ്രൈമർ. ചിലപ്പോൾ പ്രൈമർ അടിക്കാതെ ആയിരിക്കാം നിങ്ങൾ ടോപ്പ് കോട്ട് അടിച്ചിട്ടുള്ളത്. നേരെ ഇമൾഷൻ അടിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അതായിരിക്കാം കാരണം. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രൈമറിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇമൽഷൻ അണ്ടർലൈങ് സർഫസുമായിട്ടൊന്ന് ബൈൻഡ് ചെയ്യിക്കുക എന്നുള്ളതാണല്ലോ. അതായത് മേസണറി സർഫസുമായിട്ട് നമ്മുടെ കോട്ടിങ്ങിന് അഡീഷൻ കൊടുക്കുന്ന ഫസ്റ്റ് ലെയറാണ് പ്രൈമർ. പ്രൈമറിൻ്റെ സീൽ ദ സർഫസ്, ഇതാണ് ശരിക്കും പ്രൈമറുടെ ഫങ്ഷനായിട്ട് വരുന്നത്. സീൽ ദ സർഫസ്. അതായത് ഡയറക്റ്റ് മേസണറി ഫിനിഷിൽ നമ്മൾ അടിക്കുകയാണെങ്കിൽ ദർ ബി ലോട്ട് ഓഫ് പോറസ് നേച്ചർ ഉണ്ട്. അതായത് ജസ്റ്റ് കുഞ്ഞ സൂചിക്ക് കുത്തിയുള്ള ഓട്ടകളുണ്ടാവും ഈ മേസണറി ഫിനിഷിൽ. അത് നമ്മൾക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല. ചെറുത് കാണുന്നില്ലെങ്കിൽ. പക്ഷെ ഈ പ്രൈമർ ഒരു കോട്ടടിക്കുമ്പോൾ അതിലേക്ക് എല്ലാം ഇറങ്ങിയിട്ട് എല്ലാ സർഫസും സീൽ ചെയ്യും. അപ്പോൾ സബ്സിക്വൻ്റ് ആയിട്ട് അടിക്കുന്ന ഇമൾഷൻ കൂടുതൽ ഉള്ളിലേക്ക് വലിച്ചു പോവില്ല. അതല്ലെങ്കിൽ ഇമൾഷൻ്റെ ക്വാണ്ടിറ്റിയിലും അതനുസരിച്ചൊരു ലാഭം ഉണ്ടാവും. അതല്ല എങ്കിൽ ഇമൾഷൻ്റെ അബ്സോർപ്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. വെയിറ്റ് ഒരുപാട് പെയിന്റ് കൺസംഷൻ കൂടും നമുക്ക്. പ്രൈമർ അപ്പോൾ ഒരു കോട്ട് അടിച്ചാൽ മതി. ഒരു കോട്ടിൽ ആ മാറ്റർ ക്ലിയർ ആയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് സർഫസിനെ സീൽ ചെയ്തു. അടുത്തൊരു സബ്സിക്വൻറ്റ് കോട്ടിനുള്ള നല്ലൊരു സർഫസ് കൊടുത്തു കഴിഞ്ഞു പ്രൈമർ.